ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത അല്ലെന്നുണ്ടെങ്കിൽ സമയമില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അവർക്ക് മസിൽ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ നടക്കുന്ന കുട്ടികളുണ്ട്. വ്യായാമം ചെയ്ത് ശരീരത്തേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം എന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് സഹായകമാകുന്ന ഒരു വർക്കൗട്ട് പ്ലാനാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്കിത് വീട്ടിൽ ഫോളോ ചെയ്യാവുന്ന വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഞാനീ പറഞ്ഞു തരുന്ന ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഒരു മാസത്തോളം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പം ഞാനിത് പ്രധാനമായിട്ടും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു മസിൽ ബിൽഡിങ്ങിനും ബോഡിയെ ഒന്ന് ഷേപ്പാക്കാനൊക്കെ സഹായിക്കുന്ന വ്യായാമ രീതികളാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 ഡംബൽസിൻ്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഓൺലൈനിൽ നിന്നോ എവിടെന്നെങ്കിലും നിങ്ങൾ മേടിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാനും മാറ്റാനും ഒക്കെയുള്ള ഡംബൽസ് തന്നെ മേടിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം സൂപ്പർ വർക്കൗട്ട് പ്ലാനാണ്. നിങ്ങൾക്കിത് വീട്ടിൽ ഫോളോ ചെയ്യാം. നിങ്ങളുടെ ബോഡി വെയിറ്റ് വെച്ചിട്ടും നിങ്ങൾക്ക് ഡംബൽസ് വെച്ചും ചെയ്യുന്ന വർക്കൗട്ടുകളാണ്. തിങ്കൾ തൊട്ട് നിങ്ങൾക്ക് ശനി വരെയുള്ള വർക്കൗട്ട്. ഞായറാഴ്ച നിങ്ങൾ റെസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് ഏകദേശം 45 മിനിറ്റോളമാണ് ഒരു ദിവസം ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 5 തൊട്ട് 10 മിനിറ്റ് നിങ്ങൾ വാമപ്പ് ചെയ്യുക. ഓക്കെ, വാമപ്പ് ചെയ്യുക. അത് കണക്ക് തന്നെ നിങ്ങൾ വർക്കൗട്ടിന് മുമ്പ് ഒരു 45 മിനിറ്റ് നിങ്ങൾ പ്രീ വർക്കൗട്ട് മീൽ എന്തെങ്കിലും കഴിച്ചിട്ട് നിങ്ങൾ 45 മിനിറ്റിന് ശേഷം നിങ്ങൾ വർക്കൗട്ടിലോട്ട് പോവുക. നിങ്ങൾ വർക്കൗട്ടിന് ശേഷം നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ പ്രോട്ടീൻ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേ പ്രോട്ടീനൊന്നും മേടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റണമെന്നില്ല എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എഗ് വൈറ്റ് ഉപയോഗിക്കാം. നിങ്ങൾ വർക്കൗട്ടിന് ശേഷം ഒരു 5 എഗ് വൈറ്റ് എങ്കിലും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നേരെ നമുക്ക് ആ ഒരു വർക്കൗട്ട് പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പം റബ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നല്ല വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യത്തെ ദിവസം നമുക്ക് തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം തിങ്കളാഴ്ച ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ്. ഓക്കെ, നമുക്ക് ചെസ്റ്റിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാം. അപ്പം ചെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ പുഷപ്സ് ആണ്. അപ്പം പുഷപ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തോന്നുന്ന കണക്കൊന്നും പുഷപ്സ് ചെയ്യാതിരിക്കുക. ഒരുമാതിരി ശരിയല്ലാത്ത ഫോമിലൊന്നും പുഷപ്സ് ചെയ്യാതിരിക്കുക. അപ്പം നോർമൽ പുഷപ്സ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മിഡിൽ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ്. അടിപൊളി വർക്കൗട്ടാണ്. നിങ്ങൾക്ക് 15 തൊട്ട് 20 റെപ്സ് നിങ്ങൾക്ക് 3 സെറ്റ് ചെയ്യാം. ഓക്കെ, 15 തൊട്ട് 20 പ്രാവശ്യം വരെ നിങ്ങൾക്ക് 3 സെറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ആദ്യത്തെ വർക്കൗട്ട് നോർമൽ പുഷപ്സ്, നിങ്ങളുടെ മിഡ് ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ നിങ്ങളുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇൻക്ലൈൻ പുഷപ്സ് ആണ്. ഇൻക്ലൈൻ പുഷപ്സ് നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ലോവർ ചെസ്റ്റിനെ ആക്ടിവേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്ലൈൻ പുഷപ്സ് ചെയ്യുന്നത്. ഇൻക്ലൈൻ പുഷപ്സ് നിങ്ങൾക്ക് 3 സെറ്റ് ചെയ്യാം. 15 തൊട്ട് 20 റെപ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അടുത്തായിട്ട് നമുക്ക് നമ്മുടെ അപ്പർ ചെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഡിക്ലൈൻ പുഷപ്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ അപ്പർ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്യുന്ന വർക്കൗട്ടാണ് ഡിക്ലൈൻ പുഷപ്സ്. ഡിക്ലൈൻ പുഷപ്സ് നിങ്ങൾ 3 സെറ്റ് ചെയ്യുക. 15 തൊട്ട് 20 റെപ്സ് വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, 3 സെറ്റ് കമ്പൾസറി ആയിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. അത് നിങ്ങളുടെ അപ്പർ ചെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ പുഷപ്സുകളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോം കൃത്യമാക്കിക്കൊണ്ട് വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം അടുത്തായിട്ട് നമുക്ക് ഡംബൽസിലോട്ട് പോകാം. ഡംബൽ വെച്ചിട്ടുള്ള വർക്കൗട്ടിലോട്ട് പോകാം. അപ്പം നമ്മൾ ചെയ്യേണ്ട വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് ഫ്ലൈ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഫ്ലോറിൽ കിടന്നിട്ട് നിങ്ങൾക്ക് ചെസ്റ്റ് ഫ്ലൈ ചെയ്യാം. അപ്പം ചെസ്റ്റ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയെ നമ്മുടെ ചെസ്റ്റിനെ അടിപൊളിയായിട്ട് ഷേപ്പാക്കാൻ പറ്റിയ ഒരു വ്യായാമമാണ്. അതിനൊക്കെ തന്നെ ചെസ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഡംബൽസ് കൊണ്ടുവന്നിട്ട് കൂട്ടി മുട്ടിക്കരുത്. ഓക്കെ, നിങ്ങൾ ഡംബൽസ് കൂട്ടി മുട്ടിക്കാതെ നിങ്ങൾ ആ ഒരു കൂട്ടി അല്പം ഡിസ്റ്റൻസ് ഇട്ട് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾക്ക് പതുക്കെ വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് താഴോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അത് നിങ്ങൾക്ക് 4 സെറ്റ് ചെയ്യാം. 4 സെറ്റ് നിങ്ങൾക്ക് 12 തൊട്ട് 15 റെപ്സ് വരെ ചെയ്യാം. അത് 4 സെറ്റ് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഡംബൽ സ്കൂപ്പ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. അപ്പം ഡംബൽ സ്കൂപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഡംബൽ സ്കൂപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പർ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ് ഡംബൽ സ്കൂപ്പ്. അത് നിങ്ങൾക്ക് 2 കൈ കൊണ്ട് വേണമെങ്കിലും ഇങ്ങനെ മുകളിലോട്ട് ഉയർത്താം. ഉയർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ തലയുടെ മുകളിലോട്ടോ എന്നും എടുത്ത് ഉയർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. കറക്റ്റ് നിങ്ങളുടെ ഒരു ഫേസിൻ്റെ ഒരു ലെവലിലോട്ട് മാത്രം, ഇത്ര മാത്രം നിങ്ങൾ ഉയർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് നിങ്ങളുടെ അപ്പർ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള എല്ലുകളെയൊക്കെ മറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്.
അപ്പം ഇതാണ് നമ്മുടെ തിങ്കളാഴ്ചത്തെ വർക്കൗട്ട്. ഓക്കെ, ചൊവ്വാഴ്ച നമുക്ക് ട്രൈസെപ്സിനെ അടിപൊളിയാക്കാനായിട്ടുള്ള ഷേപ്പ് ആക്കാനായിട്ടുള്ള മസിൽസ്, നമ്മൾ ട്രൈസെപ്സിൻ്റെ മസിൽസിനെ സ്ട്രോങ് ആക്കാനായിട്ടുള്ള വർക്കൗട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ചൊവ്വാഴ്ച ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടാണ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പിരമിഡ് പുഷപ്സ് ആണ്. പിരമിഡ് പുഷപ്സ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് 12 തൊട്ട് 15 റെപ്സ് 3 സെറ്റ് ചെയ്യാം. ഓക്കെ, പിരമിഡ് പുഷപ്സ് നിങ്ങളുടെ ട്രൈസെപ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങളുടെ ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം അതാണ് നമ്മുടെ ഒന്നാമത്തെ വർക്കൗട്ട്. അപ്പം രണ്ടാമത്തെ ട്രൈസെപ്സിൻ്റെ നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡംബൽ കിക്ക് ബാക്ക് ആണ്. ഓക്കെ, അപ്പം ഡംബൽ കിക്ക് ബാക്ക് നിങ്ങൾ കറക്റ്റ് ഫോമിൽ ചെയ്യുക. നിങ്ങൾ മാക്സിമം ബാക്കിലോട്ട് കൈ സ്ക്വീസ് ചെയ്യുക, നിങ്ങൾ ട്രൈസെപ്സിനെ സ്ക്വീസ് ചെയ്യുക, എന്നാൽ മാത്രമേ പ്രയോജനമുള്ളൂ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ വെറുതെ ഒന്നും ചെയ്തുകൊണ്ട് നമ്മുടെ ട്രൈസെപ്സ് വലുതാവണമെന്നില്ല. അപ്പം നിങ്ങൾ കൃത്യമായിട്ടുള്ള ഫോമിൽ ട്രൈസെപ്സ് കിക്ക് ബാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോം കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് 12 തൊട്ട് 15 റെപ്സ് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ 4 സെറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ആദ്യത്തെ നിങ്ങൾ ട്രൈസെപ്സ് ഡിപ്സ് ചെയ്തു, രണ്ടാമത്തെ നിങ്ങൾ കിക്ക് ബാക്ക് ചെയ്തു. ഓക്കെ, അപ്പം മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു കയ്യിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു വർക്കൗട്ടുണ്ട്. നിങ്ങൾക്ക് ഡംബൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടാണ്. ഓക്കെ, അപ്പം ഇതും നമ്മുടെ ട്രൈസെപ്സിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന വർക്കൗട്ടാണ്. ഓക്കെ, അപ്പോൾ ട്രൈസെപ്സിന് ടാർഗറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം ഇത് നിങ്ങൾ 12 തൊട്ട് 15 റെപ്സ് വരെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ട്രൈസെപ്സ് ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ എന്നാണ് ഈ ഒരു വർക്കൗട്ടിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് 12 തൊട്ട് 15 റെപ്സ് വരെ ചെയ്യാം. അടുത്ത കയ്യിൽ നിങ്ങൾ ചെയ്യുക, ഈ കയ്യിൽ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് 4 സെറ്റാണ്. ഓക്കെ, അടുത്തായിട്ട് നിങ്ങൾക്ക് കിടന്നുകൊണ്ട് നിങ്ങൾക്ക് 2 ഡംബൽ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന വർക്കൗട്ടാണ്. അതും നിങ്ങളുടെ ട്രൈസെപ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ്. ഈ ഒരു വർക്കൗട്ടും നിങ്ങൾ ചെയ്യേണ്ടത് 12 തൊട്ട് 15 റെപ്സ് 4 സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ കൃത്യമായിട്ടുള്ള ഫോമിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൈ ഉയർത്തുന്ന സമയത്ത് നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യണം. സ്ക്വീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഡംബൽസിന് നല്ല പ്രയോജനം ലഭിക്കുകയുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട്, ചൊവ്വാഴ്ചത്തെ വർക്കൗട്ട്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ ദിവസത്തെ വർക്കൗട്ടിലോട്ട് പോകാം. മൂന്നാമത്തെ ദിവസത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഷോൾഡർ വർക്കൗട്ടാണ്. അപ്പം ഷോൾഡർ വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റിലത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ പ്രസ്സാണ്. നിങ്ങൾക്ക് സ്റ്റാൻഡിങ് ഷോൾഡർ പ്രസ് ചെയ്യാം, അതെല്ലാം നിങ്ങൾക്ക് ചെയറിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഡംബൽ ഷോൾഡർ പ്രസ് നിങ്ങൾ ചെയ്യേണ്ടത് 4 സെറ്റാണ്. 4 സെറ്റ് 12 തൊട്ട് 15 റെപ്സ് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ വർക്കൗട്ടുകളും ചെയ്യുമ്പം നിങ്ങൾക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ആദ്യത്തെ വർക്കൗട്ട് ഡംബൽ ഷോൾഡർ പ്രസ്. അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സൈഡ് ഷോൾഡറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് ഒരു മസിൽസിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. അപ്പം നമ്മൾ എത്രത്തോളം ഈ സൈഡിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ആ ഒരു ഷോൾഡർ മസിൽ നല്ല വൈഡായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, നല്ല വൈഡാവും നമ്മുടെ ഷോൾഡർ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് ലാറ്ററൽ റൈസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഓക്കെ, ഡംബൽ ലാറ്ററൽ റൈസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഈ വർക്കൗട്ട് നിങ്ങൾ കൃത്യമായ ഫോമിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 4 സെറ്റ് ചെയ്യാം, 12 തൊട്ട് 15 റെപ്സ്. അപ്പം നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ നമ്മുടെ ഫ്രണ്ട് ഷോൾഡർ. ഓക്കെ, ഈ ഒരു ഭാഗത്തെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം ഡംബൽ ഫ്രണ്ട് റൈസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. നിങ്ങൾക്ക് 4 സെറ്റ് ചെയ്യാം, 12 തൊട്ട് 15 റെപ്സ്. ഓക്കെ, നിങ്ങൾ ഈ വർക്കൗട്ടുകളൊന്നും തന്നെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഇട്ട് ഷെയ്ക്ക് ആകരുത്. കറക്റ്റ് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു മസിൽസിലോട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ബോഡി ഷേക്ക് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ പ്രയോജനങ്ങളും ഉണ്ടാകത്തില്ല. നമ്മുടെ മസിലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള. നാലാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ ബാക്ക് സൈഡ്. ഓക്കെ, ഈ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തെ മസിൽസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ ഒരു റൗണ്ട് ഷേപ്പിലോട്ട് വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ആ വർക്കൗട്ടാണിത്. ഓക്കെ, അപ്പം ഈ ഒരു വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ചെയ്യാം. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്ക് മസിലിലാണ് നല്ല ആക്ടിവേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിലോട്ട് നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യുക. അപ്പോഴാണ് ഇവിടെ നല്ല ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 തൊട്ട് 15 റെപ്സ് 4 സെറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടുത്ത ഷോൾഡർ വർക്കൗട്ട് എന്ന് പറയുന്നത് അർണോൾഡ് പ്രസ്, ഡംബൽ അർണോൾഡ് പ്രസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ഡംബൽ വെച്ചിട്ട്
ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇതാണ് അർണോൾഡ് പ്രസ്. വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ചെയ്യുക. നമ്മുടെ ഷോൾഡറിൻ്റെ മുഴുവൻ ഭാഗങ്ങളെയും ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ്, പ്രത്യേകിച്ചും നമ്മുടെ ഫ്രണ്ട് ഡെൽറ്റോയിഡിനെ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഷോൾഡർ ദിവസം ചെയ്യേണ്ട വർക്കൗട്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കുക, എല്ലാ വർക്കൗട്ടിന് മുമ്പായിട്ടും എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടും 5 മിനിറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും വാമപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത ദിവസത്തെ വർക്കൗട്ടിലോട്ട് പോവാം. വ്യാഴാഴ്ച. അപ്പോൾ വ്യാഴാഴ്ച നമ്മൾ ബാക്ക് വർക്കൗട്ടാണ് ചെയ്യുന്നത്. ബാക്കിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് പുള്ളപ്പ് തന്നെയാണ്. അപ്പം നിങ്ങൾ ഒരു പുള്ളപ്പ് ബാർ വീട്ടിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പുള്ളപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൈഡായിട്ടുള്ള ഒരു ബാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിനകത്തുള്ള ഷെയ്ഡിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പുള്ളപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനായിട്ട് മടി കാണിക്കരുത്. പുള്ളപ്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബാക്കിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല വർക്കൗട്ടുകൾ ഒന്നാണ്. അപ്പം പുള്ളപ്പ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് 3 സെറ്റ് ചെയ്യാം. മാക്സിമം ഫെയിലുവർ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം രണ്ടാമത്തെ നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബെൻഡ് ഓവർ റോ, ഡംബൽ ബെൻഡ് ഓവർ റോ എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഈ ഒരു പൊസിഷനിൽ നിങ്ങളുടെ ബോഡി പോസ്ചർ കൃത്യമാക്കിക്കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ബാക്കിലോട്ട് സ്ക്വീസ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, പതുക്കെ നിങ്ങൾ താഴോട്ട് കൊണ്ടുപോവുക. ഓക്കെ, മേലോട്ട് കൊണ്ടുവരിക, നിങ്ങൾ സ്ക്വീസ് ചെയ്ത് വെക്കുക, പതുക്കെ താഴോട്ട്. ഓക്കെ, ഡംബൽ ബെൻഡ് ഓവർ റോ നിങ്ങൾക്ക് ചെയ്യാവുന്ന റപ്സ് എന്ന് പറയുന്നത് 12 തൊട്ട് 15 റപ്സാണ്. നിങ്ങൾക്ക് 4 സെറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് 1 ആം ഡംബൽ റോയാണ്. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ചെയറിലോ ബെഞ്ചിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യപ്രദമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതും ചെയ്യുന്ന സമയത്ത് ബാക്കിലോട്ട് മാക്സിമം സ്ക്വീസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം സാവധാനം താഴോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇതാണ് 1 ആം ഡംബൽ റോ. അപ്പം ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോ കയ്യിലും കൃത്യമായ അളവിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റപ്സ് 12 തൊട്ട് 15. ഓക്കെ, നിങ്ങൾക്ക് 3 സെറ്റ് ചെയ്യാം. അപ്പം അതാണ് ബാക്കിൻ്റെ അടുത്ത വർക്കൗട്ട്. നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഡംബൽ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഓക്കെ, നമുക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്യാം. ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലോവർ ബാക്കിനും അപ്പർ ബാക്കിനും ഒക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ബോഡിയുടെ പല പാർട്സുകളെയും ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ് ഡംബൽ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ ബോഡി പോസ്ചർ കൃത്യമാക്കി കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടിപൊളി വർക്കൗട്ടാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 സെറ്റാണ്. 12 തൊട്ട് 15 റപ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം അടുത്ത നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മുടെ ബാക്കിൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഡംബൽ പുൾ ഓവർ. ഓക്കെ, ഡംബൽ പുൾ ഓവർ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. മാക്സിമം ബാക്കിലോട്ട് കൈ സ്ക്വീസ് ചെയ്യുക. സ്ക്വീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു ലാറ്റ് ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഭാഗത്തിന് നല്ല ഒരു വിരിവ്, നല്ല ഒരു ആക്ടിവേഷൻ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ബാക്ക് ഒന്ന് വൈഡാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വർക്കൗട്ടുകളിലൊന്നാണ് ഡംബൽ പുൾ ഓവർ. ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 12 തൊട്ട് 15 റപ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 4 സെറ്റ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ബാക്ക് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ബൈസെപ്സിൻ്റെ ദിവസമാണ് ശനിയാഴ്ച നമ്മൾ ഏതൊക്കെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ശനിയാഴ്ച നമ്മൾക്ക് ഡംബൽസ് വെച്ചിട്ട് നമുക്ക് ഡംബൽ കേൾ ചെയ്യാം. സ്റ്റാൻഡിങ് ഡംബൽ കേൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് കണക്ക് ഡംബൽ കേൾ ചെയ്യാം. ഡംബൽ കേൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ സാവധാനത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കണം. വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് താഴ്ത്തിറക്കുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മസിൽസിന് മാക്സിമം ആക്ടിവേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 തൊട്ട് 15 റപ്സ് 4 സെറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഡംബൽ ഹാമർ കേൾ. ഡംബൽ ഹാമർ കേൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈയുടെ പൊസിഷൻ ഈ ഒരു രീതിയിലായിരിക്കും. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 12 തൊട്ട് 15 റപ്സ് 4 സെറ്റ്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു സൈഡ് ഭാഗത്തെ ഈ ഒരു ബൈസെപ്സിൻ്റെ സൈഡ് ഭാഗത്തെ മസിൽസിനെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് ഡംബൽ ഹാമർ കേൾ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഡംബൽ കോൺസെൻട്രേഷൻ കേൾ. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് പതുക്കെ ഇൻക്രീസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമ്മുടെ മസിൽസിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുണം കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പം 2.5 കിലോ വെയിറ്റ് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെയിറ്റിൽ നിന്ന് നിങ്ങൾ പതുക്കെ മാറോ ഓരോ ദിവസം കഴിയുന്തോറും. ഓക്കെ, അപ്പം അടുത്തെന്ന് വെച്ചാൽ ഡംബൽ കോൺസെൻട്രേഷൻ കേൾ. നിങ്ങൾക്ക് ഇതേ കണക്ക് ഡംബൽ കോൺസെൻട്രേഷൻ കേൾ ചെയ്യാം. വളരെ സാവധാനത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കണം. ഒരു കയ്യിൽ 12 തൊട്ട് 15 റപ്സ് ചെയ്യാം. അതിനുശേഷം അടുത്ത കയ്യിലോട്ട് മാറി ചെയ്യാം. 4 സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ബൈസെപ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഡംബൽ ക്ലോസ് ഗ്രിപ്പായിട്ട് നമുക്ക് പിടിച്ചിട്ട് അടുത്ത വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഡംബൽ ഇങ്ങനെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചതിന് ശേഷം വളരെ സാവധാനത്തിൽ നിങ്ങൾക്ക് താഴോട്ട് കൊണ്ടുവരാം.
അപ്പ് ചെയ്യുക. ഓക്കെ, ഇതും വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ ബൈസെപ്സിനെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യിപ്പിക്കുന്നതിനായിട്ട്. അപ്പം ഈ 4 വർക്കൗട്ടുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഡംബൽ ക്ലോസ് ഗ്രിപ്പും നിങ്ങൾ 4 സെറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 12 തൊട്ട് 15 റെപ്സ്. അപ്പം നമ്മൾ 4 വർക്കൗട്ടുകൾ നമ്മൾ ബൈസെപ്സിന് ചെയ്തു. അടുത്ത നമ്മൾ ഫോർ ആംസിന് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. അപ്പം ഫോർ ആംസിന് നമ്മൾ ഒരു വർക്കൗട്ടാണ് ചെയ്യുന്നത്, ഒരേ ഒരു വർക്കൗട്ട് മാത്രമാണ് ഫോർ ആംസിന് ചെയ്യുന്നത്. ഓക്കെ, ഡംബൽ റെസ്റ്റ് കേൾ എന്ന് പറയുന്ന വർക്കൗട്ടാണ് നിങ്ങളുടെ ഫോർ ആംസിനെ നല്ല രീതിയിൽ ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. നിങ്ങൾക്ക് 4 സെറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ റപ്സ് നോക്കണ്ട, നിങ്ങൾ ഫെയിലുവർ ആകുന്നവരെ നിങ്ങളുടെ കൈ എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് നമ്മുടെ ബൈസെപ്സ് ആൻഡ് ഫോർ ആംസിൻ്റെ വർക്കൗട്ട് ശനിയാഴ്ച. അപ്പം അടുത്തതായിട്ട് വെള്ളിയാഴ്ച ബൈസെപ്സ്. അപ്പം ശനിയാഴ്ച നമ്മുടെ ഇമ്പോർട്ടൻ്റ് പാർട്ടായിട്ടുള്ള ഏറ്റവും വലിയ മസിൽ ഗ്രൂപ്പായ നമ്മുടെ ലെഗ് വർക്കൗട്ടിലോട്ട് പോകും. ശനിയാഴ്ച നമുക്ക് സ്ക്വാട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ സ്ക്വാട്ട് ചെയ്യാം. ഓക്കെ, ഫ്രീ സ്ക്വാട്ട് ചെയ്ത് നിങ്ങളുടെ കാലുകളെ ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഡംബൽ ഗോബ്ലെറ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡംബൽ സുമോ സ്ക്വാട്ട് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഡംബൽ സുമോ സ്ക്വാട്ട് നിങ്ങളുടെ ഇന്നർ തൈസിനെ ഗ്രോത്ത് ചെയ്യാൻ സഹായിക്കുന്ന, അതുകൊണ്ട് തന്നെ ഇന്നർ തൈസിൻ്റെ ഫാറ്റൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒറ്റവിളി വർക്കൗട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 12 തൊട്ട് 15 റെപ്സ് 4 സെറ്റ്. ഓക്കെ, വളരെ സാവധാനത്തിൽ വേണം, കൺട്രോൾ ചെയ്ത് ചെയ്യുക. അടുത്ത രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ലഞ്ചസ് ആണ്. ലഞ്ചസ് നിങ്ങൾ ഓരോ കാലിലും മാറി മാറി ചെയ്യുക. 12 തൊട്ട് 15 റെപ്സ് 4 സെറ്റ്. ഓക്കെ, ലഞ്ചസ് നിങ്ങളുടെ ഹാംസ്ട്രിങ്, നിങ്ങളുടെ ഗ്ലൂട്ട്സ്, നിങ്ങളുടെ തൈസിനെല്ലാം ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. അപ്പം അടുത്തായിട്ട് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹാംസ്ട്രിങ്ങിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. ഹാംസ്ട്രിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു വെയിറ്റ് നിങ്ങൾക്ക് ഡംബൽ നിങ്ങളുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. നല്ല വർക്കൗട്ടാണ്, നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിന് ആക്ടിവേഷനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടാണ്. ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര്. ഇത് നിങ്ങൾക്ക് 12 തൊട്ട് 15 റെപ്സ് ചെയ്യാം, 4 സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലെഗിൻ്റെ മൂന്നാമത്തെ വർക്കൗട്ട്. അപ്പം നമുക്ക് അടുത്ത നാലാമത്തെ വർക്കൗട്ട് പോകാം. നാലാമത്തെ വർക്കൗട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്കിംഗ് ലഞ്ചസ് ചെയ്യാം. ഓക്കെ, വാക്കിംഗ് ലഞ്ചസ് വളരെ നല്ല വർക്കൗട്ടാണ് നിങ്ങളുടെ കാലുകൾക്ക് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വാക്കിംഗ് ലഞ്ചസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വാക്കിംഗ് ലഞ്ചസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് സ്ക്വാട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നോർമൽ സ്ക്വാട്ട്, നമ്മൾ സാധാ ചെയ്യുന്ന പോലുള്ള സ്ക്വാട്ട് നിങ്ങൾക്ക് വെയിറ്റ് വെച്ചിട്ട് ഇങ്ങനെ കൈകളുടെ ഇങ്ങനെ നിങ്ങൾക്ക് ഹാങ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 12 തൊട്ട് 15 റെപ്സ് ചെയ്യാം. നിങ്ങൾക്ക് 3 സെറ്റ് നിങ്ങൾക്ക് ചെയ്യാം. 3 അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4ലോട്ടും കിടക്കാവുന്നതാണ്, യാതൊരു പ്രശ്നങ്ങളുമില്ല. ഓക്കെ, അപ്പം 4 വർക്കൗട്ടുകളായി. അപ്പം നമുക്ക് കാലുകൾക്കുള്ള 4 വർക്കൗട്ടുകൾ. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ കാഫ് മസിൽ. ഓക്കെ, നമ്മുടെ മുട്ടിന് താഴോട്ടുള്ള ഭാഗമാണ് കാഫ് മസിൽ. അപ്പം കാഫ് മസിലിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റാൻഡിങ് കാഫ് റൈസ് ചെയ്യാം. ഓക്കെ, സ്റ്റാൻഡിങ് കാഫ് റൈസ് നിങ്ങൾക്ക് 4 സെറ്റ് ചെയ്യാം. അത് ഫെയിലുവർ സെറ്റാണ് കാഫിന് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യുക. അപ്പം ഇത്രയുമാണ് നിങ്ങൾ ആദ്യമായിട്ട് ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യേണ്ടത് ശനിയാഴ്ച. ഓക്കെ, അപ്പം ഞാൻ 1 മാസം നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കൗട്ട് പ്ലാനാണ് തരുന്നത്. ഈ 1 മാസം കഴിയുമ്പോൾ നമുക്ക് വർക്കൗട്ടിൽ ചേഞ്ച് വരുത്തേണ്ടതുണ്ട്, അത് നമുക്ക് മാറ്റാം. അത് നിങ്ങൾ എനിക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാനത് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ കാലുകളുടെ വർക്കൗട്ട് കഴിഞ്ഞു. അപ്പം കാലുകളുടെ വർക്കൗട്ടിന് ശേഷം അന്ന് തന്നെ, ആ ശനിയാഴ്ച തന്നെ നമുക്ക് ആബ്സിൻ്റെ ഒരു 2 വർക്കൗട്ടും കൂടെ ചെയ്യാം. ഓക്കെ, കാരണം നമ്മൾ ആബ്സിന് ഇന്നേ വരെ വർക്കൗട്ട് ചെയ്തില്ല. അപ്പം ആബ്സിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഗ് റൈസ് ചെയ്യാം. ഓക്കെ, കിടന്നു കൊണ്ടിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ലെഗ് റൈസ് ചെയ്യാം. വളരെ നല്ല വർക്കൗട്ടാണ് ആബ്സിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് 4 സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏകദേശം 15 തൊട്ട് 20 റെപ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, 4 സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അടുത്ത നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് ബൈസിക്കിൾ ക്രഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഓക്കെ, ബൈസിക്കിൾ ക്രഞ്ചസും നിങ്ങളുടെ ആബ്സിന് നല്ല വർക്കൗട്ടാണ്. അപ്പോൾ ബൈസിക്കിൾ ക്രഞ്ചസും നിങ്ങൾ ഫെയിലുവർ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫെയിലുവർ റെപ്സ്. ഓക്കെ, നിങ്ങളെ കൊണ്ട് എത്രത്തോളം ചെയ്യാൻ പറ്റും, മാക്സിമം ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല വർക്കൗട്ടാണ്, നിങ്ങൾക്ക് 4 സെറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പം ഇതാണ് നമ്മുടെ ഒരാഴ്ചത്തെ വീട്ടിലെ വർക്കൗട്ട് പ്ലാൻ. ഡംബൽസും ബോഡി വെയ്റ്റും കൊണ്ട് ചെയ്യാവുന്ന വർക്കൗട്ട് പ്ലാൻ നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കൂ. വളരെ നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ജിമ്മിലൊന്നും പോകാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് രീതിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് തരാൻ മറന്നു പോകരുത്. ഓക്കെ ഫ്രണ്ട്സ്, കാരണം ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ
നമ്മുടെ ഈ ഒരു ചാനൽ കൂടി നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കൂ. ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാവുന്ന തുടങ്ങാൻ പറ്റിയ ഒരു വർക്കൗട്ട് രീതിയാണ്. നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ല. അതല്ല നിങ്ങൾ വീട്ടിൽ തന്നെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർക്കൗട്ട് പ്ലാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.